ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ്. ഡാറ്റയെ സെക്യൂർ ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിക്കേഷൻ ഇതെല്ലാം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ഡാറ്റ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ സെക്യൂർ കമ്മ്യൂണിക്കേഷനും ബാങ്കിങ്ങിലും സൈബർ സെക്യൂരിറ്റിയിലും നമ്മൾ ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മെയിനായിട്ട് മൂന്നായിട്ട് ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിമെട്രിക് കീ അൽഗോരിതം, അസിമെട്രിക് കീ അൽഗോരിതം, ഹാഷിംഗ് അൽഗോരിതം. സിമെട്രിക് കീ അൽഗോരിതത്തിലെ TES, AES, ബ്ലോഫിഷ്. അസിമെട്രിക് കീ അൽഗോരിതത്തിലെ RSA, ECC, Diffie-Hellman. ഹാഷിംഗ് അൽഗോരിതംസ് MD5, SHA-1, SHA-256. സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡിക്രിപ്ഷന് വേണ്ടിയിട്ടും ഒരു സിംഗിൾ കീ ആണ് യൂസ് ചെയ്യുന്നത്. ലാർജ് ഡാറ്റ എൻക്രിപ്ഷന് നമുക്ക് എഫിഷ്യൻ്റായിട്ടും ഫാസ്റ്റായിട്ടും ഇത് യൂസ് ചെയ്യാം. അൽഗോരിതംസ് DES, AES, ബ്ലോഫിഷ്. ഇനി DS ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഡെവലപ്പ് ചെയ്തത് 1977 IBM ആണ്. പിന്നീട് അത് NIST അഡോപ്റ്റ് ചെയ്തു. 64 ബിറ്റ് ബ്ലോക്സിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 56 ബിറ്റ് കീ ആണ് അത് യൂസ് ചെയ്യുന്നത്. 16 റൗണ്ട്സ് ഓഫ് ഫേസ്ഡ് സ്ട്രക്ചറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് ഉള്ള കാരണം ഇത് ഇൻസെക്യൂർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി DSലെ എൻക്രിപ്ഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെസ്റ്റിനെ 2 ഹാഫായിട്ട് 32 ബിറ്റ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് പ്ലെയിൻ ടെസ്റ്റും റൈറ്റ് പ്ലെയിൻ ടെസ്റ്റും കിട്ടും. അടുത്തതാണ് 16 റൗണ്ട്സ് ഓഫ് എൻക്രിപ്ഷൻ. അതിൽ ഓരോ റൗണ്ടിലും നമ്മൾ റൈറ്റ് പ്ലെയിൻ ടെസ്റ്റിനെ മോഡിഫൈ ചെയ്യും. എങ്ങനെ? എക്സ്പാൻഷൻ, XOR, റൗണ്ട് കീ, സബ്സ്റ്റിറ്റ്യൂഷൻ, പെർമ്യൂട്ടേഷൻ, ഈ സ്റ്റെപ്പ് വഴി. അതിനുശേഷം ലെഫ്റ്റ് പ്ലെയിൻ ടെസ്റ്റും റൈറ്റ് പ്ലെയിൻ ടെസ്റ്റും സ്വാപ്പ് ചെയ്യും. അതാണ് 16 റൗണ്ട്സ് ഓഫ് എൻക്രിപ്ഷൻ. പിന്നെ വരുന്നതാണ് ഫൈനൽ പെർമ്യൂട്ടേഷൻ. ഫൈനൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 16th റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് പ്ലെയിൻ ടെസ്റ്റും റൈറ്റ് പ്ലെയിൻ ടെസ്റ്റും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 64 ബിറ്റ് സൈഫർ ടെസ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിലെ എൻക്രിപ്ഷൻ സ്റ്റെപ്സ്. ഇത് അതിൻ്റെ ഒരു ഫിഗറാണ്. ഇനി അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. അതിൽ പെയർ ഓഫ് കീസാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് കീ ഉണ്ടാവും, പ്രൈവറ്റ് കീ ഉണ്ടാവും. പബ്ലിക് കീ എൻക്രിപ്ഷന് വേണ്ടിയും പ്രൈവറ്റ് കീ ഡിക്രിപ്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സെക്യൂർ ആണിത്, പക്ഷേ സിമെട്രിക് കീ എൻക്രിപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവറാണ്. കോമൺ അൽഗോരിതംസ് RSA, ECC, Diffie-Hellman. ഇനി ഇതിൽ വരുന്ന RSA നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റീവസ്, ഷെമി, റെഡൽമാൻ. അത് 1978 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പ്രൈം ഫാക്ടറൈസേഷൻ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഒരു കീ പെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. ഡിജിറ്റൽ സിഗ്നേച്ചർ, സെക്യൂർ വെബ്സൈറ്റ്, ഇവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് സെക്യൂർ ആണ്, പക്ഷേ സിമെട്രിക് കീ എൻക്രിപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവറാണ്. അടുത്തതാണ് എങ്ങനെയാണ് RSA വർക്ക് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 പ്രൈം നമ്പേഴ്സ് എടുക്കുക, Pയും Qയും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് Nൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. N എന്ന് പറയുന്നത് P×Q ആണ്. അതിനുശേഷം നമ്മൾ യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ φ(n) കണ്ടുപിടിക്കാം. അതായത് P-1 × Q-1. അതിനുശേഷം Eക്കും ഈ φ(n)നും നടുവിലുള്ള 1നും φ(n)നും നടുവിലുള്ള ഒരു Eയുടെ വാല്യൂ എടുക്കുക. Eയും Nനും കോപ്രൈം ആയിരിക്കണം. അതിനുശേഷം Dയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് D*E മോഡുലസ് φ(n) = 1. അതിൽ നിന്ന് നമുക്ക് Dയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് പബ്ലിക് കീ ENനും പ്രൈവറ്റ് കീ DNനും കിട്ടും. ഈ കീ ജനറേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് എൻക്രിപ്ഷൻ. അതിനുള്ള ഇക്വേഷനാണ് C = m⁻⁴ mod n. ഡിക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് M = C⁻d mod n. C എന്ന് പറയുന്നത് സൈഫർ ടെസ്റ്റ്, M എന്ന് പറയുന്നത് മെസ്സേജ് ടെസ്റ്റ്, E എന്ന് പറയുന്നത് പബ്ലിക് കീ, D പ്രൈവറ്റ് കീ, N = P*Q. അത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഇനി അടുത്ത അൽഗോരിതമാണ് ഹാഷിംഗ് അൽഗോരിതം. അതിൽ ഒരു ഇൻപുട്ട് ഡാറ്റേനെ ഫിക്സഡ് സൈസ് ഹാഷ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. കോമൺ അൽഗോരിതംസ് MD5, SHA-1, SHA-256. SHA-256 സെക്യൂർ ഹാഷിംഗ് അൽഗോരിതം. അതൊരു 256 ബിറ്റ് ഹാഷ് വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിനിലും പാസ്വേഡ് ഹാഷിങ്ങിലും ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിലും നമുക്കത് യൂസ് ചെയ്യാം. ഓൾഡർ ഹാഷിംഗ് അൽഗോരിതംസ് ആയിട്ടുള്ള MD5, SHA-1 അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതും മോർ സെക്യൂർ ആണ്. ഇത് കൊളിഷൻ അറ്റാക്സിന് റെസിസ്റ്റൻറ്റ് ടു കൊളിഷൻ അറ്റാക്സ്. പിന്നെ ക്രിപ്റ്റോഗ്രഫിയിൽ ഇത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ, അതായത് DS, RSA, SHA-256 അതിൻ്റെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ DS സിമെട്രിക് ആണ്, RSA അസിമെട്രിക് ആണ്, SHA-256 ഹാഷിംഗ് ആണ്. DSൽ
RSAയിലും SHA 256ലും ഉള്ള കീ സൈസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 56 ബിറ്റ്, 1024 256 ബിറ്റ്. പിന്നെ സെക്യൂരിറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ DES വീക്കാണ്, RSA സ്ട്രോങ് ആണ്, SHA 256 വെരി സ്ട്രോങ് ആണ്. ഇനി ഇതിൻ്റെ യൂസ് കേസസ് നോക്കുകയാണെങ്കിൽ DES നമുക്ക് ലെഗസി സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, RSA ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിലും HTTPSലും യൂസ് ചെയ്യാം, SHA 256 ബ്ലോക്ക് ചെയിനിലും പാസ്വേഡ് സെക്യൂരിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് എന്ന് പറയുന്നത് സെക്യൂർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഏത് അൽഗോരിതം നമ്മൾ എടുക്കണം എന്നുള്ളത് അതിൻ്റെ സ്പീഡും സെക്യൂരിറ്റിയും അതുപോലെ യൂസ് കേസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്.